ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോയുമായിട്ടല്ല. ഇന്നൊരു അവധി ദിവസമല്ലേ, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ സ്വീറ്റ് ഹസ്ബൻഡിന്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഇതാണ് കേട്ടോ എൻ്റെ ആള്. പേര് ഹരികൃഷ്ണൻ എന്നാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം യാത്ര ഇന്ന് നമുക്ക് ഒരുമിച്ചാകാം. ഓക്കെ, ബൈ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പാഞ്ചാലിമേട് പരുന്തുംപാറയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിലാണിപ്പോൾ ഉള്ളത്. വളരെ പ്രകൃതി രമണീയമായ ഓരോ സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. നന്നായിട്ട് കാഴ്ചകളൊക്കെ ഉണ്ട്. നന്നായിട്ട് റിലാക്സ് ആവുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്താൽ. ഇപ്പം നമ്മൾ മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയിലുള്ള ഒരു സ്ഥലം, ഒരു വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസാണിത്. നമ്മൾ ആദ്യം തന്നെ പാഞ്ചാലിമേട് കയറാതെ പരുന്തുംപാറയിലേക്കാണ് നേരിട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ പാഞ്ചാലിമേട് കയറാമെന്നുള്ള വിചാരത്തിലാണ്. നമ്മളിവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത്, വാട്ടർഫാൾസിൻ്റെ മുമ്പിലുള്ള ഫോട്ടോയൊക്കെ എടുത്ത്, ഒരു ബജിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ തിരിച്ച് പരുന്തുംപാറയ്ക്ക് പോകുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കോവിഡൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത്രയും ആൾക്കാരൊന്നും ഇല്ല. നമ്മളവിടുന്ന് തിരിച്ചു നമുക്ക് പരുന്തുംപാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് ഇതൊക്കെ. നല്ല രസമില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, നല്ല കാലാവസ്ഥയായിരുന്നു നമുക്ക്. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഇത് ശരിക്കും വൈകുന്നേര സമയങ്ങളിലാണ് ഈ ഒരു സ്ഥലത്തൊക്കെ പോകേണ്ടതെന്ന്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല വെയിലായിരിക്കും. വെയിലാകുമ്പോൾ നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 4 മണി ടൈം കണക്കാക്കിയാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെല്ലാൻ പാകത്തിലാണ് ഇപ്പോൾ ഇറങ്ങിയത് ഇവിടുന്ന് വീട്ടിൽ നിന്ന്. നമ്മൾ പരുന്തുംപാറ എത്തുന്നു. അത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. 4 മണി, ഏകദേശം ഒരു 4 മണിയൊക്കെ ആയ സമയമായിരുന്നു. ഇന്നൊരു അവധി ദിവസം ആയതിനാൽ വളരെയധികം ആൾക്കാർ ഉണ്ട് ഈ ഒരു സ്ഥലത്ത്. നമ്മൾ എത്തുന്നതേ ഉള്ളൂ.
ആൾക്കാരൊക്കെ വന്നിട്ട് തിരിച്ചു പോവുകയാണെന്ന് തോന്നുന്നു. ഈ സമയത്തൊക്കെ നല്ല വെയിലുള്ള സമയത്തിനേക്കാളും നല്ലത് നമുക്ക് ഈ സമയത്ത് ചെല്ലുന്നതാണ്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. കണ്ടോ, കുറേ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ പാർക്കിങ്ങിനായിട്ട് നോക്കുവാണ്. ഓക്കെ, നമ്മൾ എത്തിയ സ്ഥലത്ത് നല്ല കാലാവസ്ഥയാണ്. കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും പതുക്കെ കോടമഞ്ഞൊക്കെ വീഴേണ്ടതാണ്. പക്ഷെ വീണ് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഭയങ്കര കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. നല്ല സന്തോഷമാണ്. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് കുറച്ച് നേരമൊക്കെ കുടുംബത്തിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചു. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമുക്ക് വളരെ റിലാക്സ് ആവാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. നമ്മൾക്ക് നടക്കാനൊക്കെ കുറച്ചുണ്ട്. നടക്കുന്നതിനകത്ത് നമുക്ക് ക്ഷീണം തോന്നിയാൽ ഇരിക്കാൻ ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് പോയി നോക്കണം കേട്ടോ. കാരണം നമുക്കത് പോയെങ്കിൽ മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പറയുന്നതിൽ കൂടുതൽ പോയാലേ അതിൻ്റെ ആ ഒരു ആസ്വാദനം ശരിയാവുള്ളൂ. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നമ്മൾ പാഞ്ചാലിമേടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. നമ്മളവിടെ ചെല്ലുമ്പോൾ കോടമഞ്ഞൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്ത് നമ്മൾ പോയത്. നമ്മൾ പാഞ്ചാലിമേടിലെത്തി. ഏകദേശം ഒരു 5 മണി സമയമായിട്ടുണ്ടാവും പാഞ്ചാലിമേടിലെത്തിയപ്പോൾ. 5-5:15 ആയിരുന്നു. അതും ഇതുപോലെ തന്നെ പരുന്തുംപാറയെക്കാട്ടിലും കുറച്ചുകൂടെ കാണാനൊക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ രണ്ടും സെയിം തന്നെയാണ്. അവിടെ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് നമ്മൾ മേളിലേക്ക് കയറുവാണ്. അവിടെ എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ നിൽക്കുന്നു. ഞങ്ങളും മോശമാക്കിയില്ല, ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിലാണ് നമ്മളുടെ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ പറയുന്ന പോലെ നല്ല നടപ്പാതകളും മണ്ഡപങ്ങളും ശൗചാലയങ്ങളും ഒക്കെ നല്ല വൃത്തിയുള്ള ശൗചാലയങ്ങളായിരുന്നു. നല്ല നമുക്ക് യാത്രക്കാർക്ക് വിനോദസഞ്ചാരികൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പ്രകൃതി രമണീയത ഒട്ടും കളയാതെ തന്നെയാണ് അവരത് വിപുലീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വൈകുന്നേരങ്ങളിലാണല്ലോ ചെല്ലുന്നത്. അപ്പം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ല നമുക്ക് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ചൂടൊക്കെ ആക്കി ഒക്കെ ഇരിക്കാം. നമുക്കത് കുറച്ച് നടക്കാനുണ്ട്. അത് സ്റ്റാർട്ടിങ് മാത്രമായിട്ടുള്ളൂ. കുറച്ച് നടന്ന് മുകളിലെത്തണം.
ഇവിടെ ഒരു ട്രീ ഹൗസൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അതിനകത്ത് ചെറിയൊരു ഇരുട്ടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് വെയിലൊക്കെ കൊണ്ടുവരുന്നവർക്ക്, അന്ന് വെയിലൊക്കെ കൊണ്ട് പോകുന്നവർക്ക് ഇതിരിക്കാൻ നല്ല സ്ഥലം. നമുക്ക് വൈകുന്നേരങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ട്രീ ഹൗസ് നമുക്ക് സാധാ പോയി പോരാം. ഉച്ച സമയങ്ങളിലൊക്കെ വരുന്നവർക്ക് വെയിലൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞ് ഇരിക്കാനുള്ള നല്ല ഒരു സ്പേസാണ്. പതുക്കെ കാലാവസ്ഥയൊക്കെ മാറി സൂര്യ അസ്തമനം ആയായിരുന്നു. ഞങ്ങളും ഫോട്ടോ എടുക്കുന്നതിൽ മോശമാക്കിയില്ല കേട്ടോ. മലയുടെ മേളിൽ ചെല്ലണം. എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഞ്ഞുണ്ടായിരുന്നുള്ളൂ, ഒത്തിരി കോടമഞ്ഞൊന്നും ഒത്തിരി ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പാഞ്ചാലിമേട്ടിലെ അതിമനോഹരമായ ഒരു സായാഹ്നമാണ്. നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് അറിയത്തില്ല. നിങ്ങളെ ആ സൗണ്ട് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓൺ വോയിസിൽ വന്നത്. ഓക്കെ, ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. നമുക്ക് ശ്രീ ഭുവനേശ്വരി ടെമ്പിളിൽ പോകാൻ പറ്റിയിട്ടില്ല, അന്നേരത്തിന് സന്ധ്യയായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ ഇറങ്ങി. സമയം ഏകദേശം 7 മണി ആവുന്നു. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന്. നിങ്ങളെന്തായാലും പോയി നോക്കണം കേട്ടോ. സമയം 7 മണിയായിട്ടുണ്ട്. പാഞ്ചാലിമേട്ടിലെ വളരെ മനോഹരമായ ഒരു സായാഹ്നം ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. ഞങ്ങളുടെ യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.